ഇരുചക്രവാഹനങ്ങൾക്ക് അപകടക്കെണിയൊരുക്കി വളാഞ്ചേരി വലിയ കുന്നിൽ റോഡിന് നടുവിൽ ഗർത്തം. കുഴിയിൽ വീണ് സ്കൂട്ടർ യാത്രികർ അപകടത്തിൽപ്പെടുന്നത് പതിവായതായി നാട്ടുകാർ. പൊട്ടിപ്പൊളിഞ്ഞ നിലയിലുള്ള റോഡിന് നടുവിൽ ഗർത്തം കൂടിയായതോടെയാണ് ഇതുവഴിയുള്ള യാത്ര അപകടം നിറഞ്ഞതായി മാറിയിരിക്കുന്നത്. കുഴിയിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ ആഴമറിയാതെ ഇരുചക്രവാഹനങ്ങൾ കടന്നുപോകുമ്പോഴാണ് അപകടം സംഭവിക്കുന്നത്. കുഴിയിലകപ്പെട്ട വാഹനം സഹിതം യാത്രക്കാർ മറിയുകയാണ്. ഇരുമ്പിളിയത്ത് നിന്ന് പൂക്കാട്ടിരി ഭാഗത്തേക്കും വളാഞ്ചേരിയിൽ നിന്ന് പട്ടാമ്പി ഭാഗത്തേക്കും പോകുന്ന സെന്ററിലാണ് ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത്. ആദ്യം ചെറിയ കുഴിയായിരുന്നു. മഴ ശക്തമായതോടെ കുഴിയുടെ വലിപ്പം വർദ്ധിച്ചു. ഭാരം കയറ്റിയുള്ള നിരവധി വാഹനങ്ങളും ഇതുവഴി കടന്നു പോകാറുണ്ട്. അറിയാതെ കുഴിയിൽ ചാടിയാൽ നിയന്ത്രണം വിട്ട് മറ്റു വാഹനങ്ങളിൽ ഇടിക്കാനുള്ള സാധ്യതയും നാട്ടുകാരിൽ ആശങ്കയുയർത്തുന്നു. 3 വണ്ടി വന്ന് വീണു. വയസ്സായ ആളടക്കം വീണിക്ക് 3 മറിച്ചിലാ മറിഞ്ഞ്. ഇന്നൊക്കെ ഞങ്ങള് ഈ കുഴി കണ്ടിട്ട് അങ്ങനെ കൊടുന്ന് വെച്ചാണ് ഈ കല്ലും ഈ പൊടിയും. പിന്നെ വണ്ടി വരുമ്പോ മറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ വേറെ വണ്ടിയുടെ ചോട്ടിക്ക് പോകണ ഇതുകൊണ്ട് ഞങ്ങൾ മിഞ്ഞാന്നൊരു അനുഭവം കണ്ട. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് കൊടുന്ന് വെച്ചത്, ഈ കല്ല് ഈ പൊടിയും. ഇതൊക്കെ തന്നെ തട്ടി പോവുകയാണ്. ഇപ്പൊ ബ്ലോക്ക് കൊണ്ട് വണ്ടികൾ നിൽക്കുകയാണ്. ഓട്ടോറിക്ഷകളും പിന്നെ മോട്ടോർ സൈക്കിളാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ശ്രദ്ധിക്കാതെ ലെഫ്റ്റ് സൈഡിൽ കൂടി റൈറ്റ് സൈഡിൽ കൂടെ ഒക്കെ വണ്ടി നിർത്തുമ്പോൾ ബ്ലോക്ക് ആകുമ്പോ അതില് വന്ന് മറിയാണ്. 2-3 പ്രാവശ്യം അപകടങ്ങളുണ്ടായി. വണ്ടിയുടെ മുന്നിലേക്ക് പോകലുണ്ടായി. ബസ്സിന്റെ അടിയിൽ നിന്ന് ഭാഗ്യത്തിന് കഴിച്ചില്ല, അയാൾ വീണില്ല. അതേമാതിരി ഇത് രാത്രി കാലങ്ങളിൽ ഭയങ്കര ഇടങ്ങറ ലോഡ് വണ്ടിയും അതും ഒക്കെ ആയിട്ട്. പിന്നെ ഇരുമ്പില റോട്ടിൽ ഇറങ്ങുന്നവർക്ക് ഒരു ചെയ്തിട്ട് അങ്ങനെ പോയത്. ഈ കണ്ണ് കുഴി ഒക്കെ അതേമാതിരിയുള്ള ഇതിലൊക്കെ വണ്ടി ഒടിഞ്ഞു കയറുമ്പോഴേ വൈഡാക്കി എടുക്കുമ്പോ അവിടെ അപകടം നടക്കാൻ ഇവിടെ അപകടം നടക്കാൻ ഞങ്ങളിപ്പോ വരേറ്റ് ആകെ ഇടങ്ങറായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഈ ആൾക്കാരായിട്ട് ഞങ്ങൾ പൊന്തിച്ച് കയറ്റാനൊക്കെ ഞങ്ങൾ ഇവിടുന്ന് വണ്ടിച്ചില്ല. ഇതേവരെ ആശുപത്രി കൊണ്ടുപോകുന്ന ഒരു അപകടം വന്നില്ല. ഉളുക്കും ചുരുക്കൊക്കെ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇനിയൊന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ അപകടമായിട്ടാണ് വരിക. എല്ലാ ബൈക്കുകാരും വന്ന് ചാടുക, ഞങ്ങൾ ഓട്ടോക്കാർ വന്നിട്ട് ചാടുണ്ടായില് കുറെ ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ കുറെ സംസാരിച്ചു ഇതിനെ പറ്റിയിട്ട്. അപ്പോ ഇവര് കുഴി രാത്രി മാന്തുക, അതിന്റെ മേലെ കുറച്ച് മണ്ണിടുക, പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ മണ്ണ് താന്നു പോവുക. ഞങ്ങൾ ഓട്ടോക്കാര് എല്ലാവരും ഇതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നോക്കുക, അവിടെ കണ്ടോ നല്ല വലിയ കുഴികളാണ്. ഇത് ആരോട് പറയാനാ? ഞങ്ങളെ മെയിൻ ഓട്ടോ ആളിന്റെ ഒരാള് പറഞ്ഞിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുട്ടേട്ടം അവിടെ പഞ്ചായത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ശരിയാക്കുന്ന വിചാരിക്കണേ. എല്ലാരും വന്ന് ചാടുകയാണ്. ഇപ്പൊ വലിയ നല്ല അപകടം. ഇപ്പൊ ഈ കുഴി തന്നെ രാത്രി ഒരു കുഴിയാക്കിയിട്ട് പിന്നെയും അതിൽ മണ്ണിട്ട് പിന്നെയും താന്നു പോവാണ്. നല്ലപോലെ ചെയ്യണില്ല. ഇതാണ് പ്രശ്നം. ഞങ്ങൾ കുറെ പറയും, ഒന്നും ശരിയാവുന്നില്ല. കഴിഞ്ഞ മാസം പെയ്ത ശക്തമായ മഴയാണ് റോഡിന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയത്. ആഴ്ചകൾ പിന്നിട്ടിട്ടും റോഡിന് നടുവിലുള്ള കുഴിയടയ്ക്കാൻ നടപടിയെടുക്കാത്തത് നാട്ടുകാർക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. വലിയൊന്ന് അങ്ങാടിയുടെ സെൻട്രലിൽ തന്നെ നമ്മുടെ മെയിൻ റോഡിൽ വലിയ കുഴികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. റോഡ് അപകടാവസ്ഥയിലാണ്. വാഹനങ്ങൾ അപകടത്തിൽപ്പെടാതിരിക്കാൻ നാട്ടുകാർ അപായ സൂചന നൽകിയിട്ടുണ്ട്. റോഡിൽ രൂപപ്പെട്ട കുഴി അടച്ച് അറ്റകുറ്റപ്പണി നടത്തുന്നതിന് അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് 3 Max Live.